ഇത് സാധാരണ ഒരു കാര്യമാണ്. അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല, തീട്ടാണ് വെറുതെ വിട്ടാലിന്. ഡ്യൂട്ട് സ്റ്റാറേ, ഇനി എൻ്റെ നാട്ടായിട്ടായിരിക്കണം ഇനി വീട്ടിലൊന്നേ അടിക്കണം. കാര്യം പറയാലോ, ഇങ്ങനത്തെ വൃത്തിയിട്ട കണ്ടന്റ് ഉണ്ടാക്കിയിട്ട്. കാണുന്നില്ല ഒളി എല്ലാം കാണുന്നതിന് മുന്നേ പോയിട്ടുണ്ടാകും ചിലപ്പോൾ. ഡ്യൂട്ട് സ്റ്റാറേ, എനിക്ക് ഇതെല്ലാം കേട്ടിട്ട് എനിക്ക് എന്തെങ്കിലും എന്തെങ്കിലും നമ്മളൊന്ന് നേരിട്ട് കാണാൻ നോക്കിയിട്ടേ വന്ന്. നമ്മളെ നാട് കണ്ണൂരാണ്, കണ്ണൂർ തലശ്ശേരി. എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബാക്കി ഇവിടുന്ന് നമുക്ക് നോക്കാം അല്ലേ. എല്ലായിടത്തേക്ക് കണ്ണൂരൊന്ന് വരെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കട്ടെ മൂപ്പർക്ക്. എൻ്റെ ഈടെ മാറ്റി ഇനി എന്തെങ്കിലും ഇങ്ങനത്തെ റീലോ എന്തെങ്കിലും ഏതെങ്കിലും ഒരു പെണ്ണിനോട് ഇങ്ങനെ ഇട്ടോക്കടാ, അന്നേരം മുറിൻ്റെ നാവ്. ഇത് ഒരു റീലിനെ ബന്ധപ്പെട്ടിട്ട് ഒരുത്തൻ ഇട്ട ഒരു കമന്റ് ആണ്. ഇവന്മാര് വിചാരിക്കുന്നത് ഈ ഒരു ലെവലിൽ, അതായത് എന്റെ പാരന്റ്സിനൊക്കെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെയൊക്കെ കമന്റ് ഇട്ട് ഞാൻ ആണ് എന്നാണ്. അവരുടെ ഏജ് എന്ന് പറഞ്ഞാൽ 15-17 വയസ്സാണെന്നാണ് ഏജ്. എന്നിട്ട് ഇവര് പറയാൻ പറ്റുന്ന എന്റെ നാട്ടിലേക്ക് വാ, നമുക്ക് തല്ലി തീർക്കാന്നൊക്കെയാ. ഓ, എനിക്ക് പറയാനുള്ളത്, നിന്റെ പേരിൽ 100 പേരുണ്ടായിട്ട് നീ തല്ലില് ജയിക്കുന്നതോ അല്ലെങ്കിൽ തല്ലിതാവുന്നതോ അല്ല വലിയ മാസം. നിനക്ക് അത്രയും മാസം അടിക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ഥലത്തേക്ക് വന്നിട്ട് ഒറ്റയ്ക്ക് 1 vs 1 ഫൈറ്റ് ചെയ്തിട്ട് ജയിക്കാൻ പറ്റുമെങ്കിൽ അതാണ് മാസം. പാരന്റ്സിനൊക്കെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലേക്ക് ഒരു പെങ്കൊച്ച് വന്നിട്ട് ഒരു കമന്റ് ഇടുന്നത്, ഞാനൊരു ജസ്റ്റ് റോസ്റ്റ് ചെയ്ത ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിനെ റിലേറ്റ് ആയിട്ട് ഇട്ടാണ്. അപ്പൊ എനിക്ക് മനസ്സിലാവണില്ല, ലൈക്ക് ഈ ഇപ്പോഴത്തെ ടീനേജേഴ്സിന് സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇതിൽ പ്രൊവോക്കേറ്റീവ് ആയിട്ട് ആൾക്കാരെ തെറി പറയുന്നൊക്കെ മാസമാണ്, എന്തോ ഇടി ഉണ്ടാക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്നതൊക്കെ വലിയ മാസമാണ് എന്ന് ചിന്തിക്കുന്നുണ്ട്. എന്റെ കണ്ടന്റിൽ മിസോജിനിയുടെ കണ്ടന്റ് ഉണ്ടെന്നുള്ളത് എന്റെ കുറെ കൂട്ടുകാർ ഇപ്പൊ പറയുന്നുണ്ട്. ഇട്ട രീതി ശരിയല്ല, ചുമ്മാ വേണമെങ്കിൽ കേട്ടോ, അങ്ങനത്തെ രീതിയിൽ നീ ഇട്ടേക്കണ ഈ സംഭവം. എന്നുവെച്ചാൽ ഞാൻ ഇടും എൻ്റെ ഇഷ്ടത്തിന്, നിങ്ങൾക്ക് വേണമെങ്കിൽ കേൾക്കാൻ മതി. ടോക്സിക് ആവുന്നുണ്ട് എന്റെ കണ്ടന്റ്. അത് ആബ്സല്യൂട്ട്ലി ഒരു നല്ല ക്രിറ്റിസിസം ആണ്. ആ ലെവലിൽ പറയുകയാണെങ്കിൽ ഞാൻ അത് ഇമ്പ്രൂവ് ചെയ്യാൻ റെഡിയാണ്. ആക്ച്വലി ഞാൻ റെഡിയാണ്. കാരണം എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് എന്റെ ചില കണ്ടന്റ്സ് ടോക്സിക് ആണെന്ന് ആക്ച്വലി തോന്നിയിട്ടുണ്ട്. പക്ഷെ അതൊരു നീഷ് ഓഡിയൻസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതായ ഒരു സ്പേസിൽ അത് ഓക്കെ ആയത് കാരണമാണ് എന്ന് എനിക്ക് തോന്നി. അത് അത്രയും മോശമാണ് എന്ന് തോന്നുന്നെങ്കിൽ അതെന്തായാലും ഇംപ്രൂവൈസ് ചെയ്യാവുന്നതാണ്. ഫെയർ ആയിട്ടുള്ള ക്രിറ്റിസിസം ആണ്, റെഡിയാണ് എന്നുണ്ടെങ്കിൽ അതിനെ നല്ല രീതിയിൽ ഡീൽ ചെയ്യുന്നതാണ്. പിന്നെ പ്രൊവോക്കേറ്റീവ് ആൻഡ് ദേഷ്യം കൊണ്ട് നല്ല രീതിയിൽ മാസമായിട്ട് തല്ലുണ്ടാക്കുന്നതൊക്കെ മാസമാണ് എന്ന് ചിന്തിക്കുന്ന യുവാക്കൾ എന്ന് പറയാൻ പറ്റില്ല, ഈ കുഞ്ഞു പിള്ളേരോട് എനിക്കൊന്നും തന്നെ യാതൊന്നും പറയാനില്ല എന്നുള്ളതാണ്. ആ ഡയറക്ഷൻ പഠിക്കുന്ന ഒരു ചെറുക്കൻ എന്നോട് പേഴ്സണലി വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കണ്ടന്റിൽ മിസോജിനി ഉണ്ട്, ഫെമിനിസത്തിനെ മോശമായിട്ട്, ഫെമിനിറ്റിയുടെ മോശമായിട്ട് പറയുന്ന, വുമൻസിനെ മോശമായിട്ട് ചിത്രീകരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇത്രയും നന്നായി പഠിച്ചിട്ട് അവൻ എന്തുകൊണ്ട് കണ്ടന്റിനെ കുറിച്ച്, നീഷ് ഓഡിയൻസ് ബിൽഡിംഗ് ആൻഡ് കണ്ടന്റ് ക്രിയേഷനെ കുറിച്ച് ഇത്രയും മോശമായ ഒരു നോളജ് ഉള്ളത് എന്നാണ് എനിക്ക് മനസ്സിലായി. സ്പേസിൽ ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും ചെയ്യുക. അതിന്റെ ഒരു സ്പേസിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ അവനില്ലാത്ത ധാരണയാണ് മേ ബി അവൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുന്നത് എനിക്ക് തോന്നുന്നു. കുറച്ച് സീരിയസ് ടോണിലാണ് ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് നല്ല രീതിയിൽ ഇൻസൾട്ട് ചെയ്തതിനെ പേഴ്സണലി കുറച്ച് പെയിൻ തോന്നുന്നുണ്ട്. പിന്നെ അവന്മാർക്ക് അങ്ങനെ ഒരു തല്ലാനോ മാസ് അടിക്കാനോ തോന്നുകയാണെങ്കിൽ അവർ എന്റെ സ്പേസിലേക്ക് വന്നാൽ മതി. 1 vs 1 ഫൈറ്റ് ഓക്കെ ആണ്. അല്ലാതെ ഈ പറഞ്ഞ ഒരുപാട് പേര് കൂടിയിട്ട് ഒരാളെ തല്ലുന്ന അത്ര വലിയ മാസാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല.